ഹലോ ഗൈസ്, എൻ്റെ പേര് ബ്ലേസി. ഞാൻ ആം എ ക്യാബിൻ ക്രൂ. ഇന്നത്തെ എൻ്റെ ഫ്ലൈറ്റിൽ ഒരു ഫസ്റ്റ് ഒബ്സർവേഷൻ ഫ്ലൈറ്റ് ചെയ്യുന്ന ഒരു ജാപ്പനീസ് ക്രൂ ഉണ്ടായിരുന്നു. ആൾ ഭയങ്കര നെർവസും കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ ഫ്ലൈറ്റ് ആളെ ഓർമ്മ വന്നത്. അവളെക്കാട്ടും നെർവസും അതിനിരട്ടി എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് പോയത്. സോ നമുക്ക് ഈ ഒബ്സർവേഷൻ ഫ്ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് ആയിട്ടുള്ള ആദ്യത്തെ 2 ഫ്ലൈറ്റ് ഒബ്സർവർ ഫ്ലൈറ്റ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് ഒബ്സർവേഷനും പിന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റ് സെക്കൻഡ് ഒബ്സർവേഷൻ ഫ്ലൈറ്റ് ആയിരിക്കും. ആ പേര് പറയുന്ന പോലെ അത് നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഫ്ലൈറ്റ്. ഏകദേശം ഒരു 2 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഡ്യൂട്ടിക്ക് പോവാണ്. ട്രെയിനിങ് അല്ലാണ്ട് ഓൺ ബോർഡ് ഇൻ റിയാലിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, പിന്നെ ബാക്കി ക്രൂ ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ എങ്ങനെയാണ് ഡീൽ ചെയ്യണത്, ഒരു എയർക്രാഫ്റ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ ഫെമിലറൈസ് ചെയ്യണം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ദർസ് എ ലോട്ട്. എന്താ ഇവിടെ നടക്കണം, എന്താ ഇപ്പം നമ്മൾ ചെയ്യുക, എവിടെ നിന്ന് തുടങ്ങും, ഇതായിരിക്കും ഏകദേശം നമ്മുടെ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഒരു 100,000 ചോദ്യങ്ങൾ സംശയങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് കുറേ മണ്ടത്തരങ്ങൾ ഉണ്ടാവും, മിസ്റ്റേക്സ് നടക്കും. ബട്ട് ദാറ്റ്സ് യൂഷ്വൽ. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒബ്സർവേഷൻ ഫ്ലൈറ്റ് എന്ന് വിളിക്കണം തന്നെ. ഈ സിനിമയിലൊക്കെ പറയണ പോലെ അവളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അതേപോലെ അവളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു. ആ ഓർമ്മകളൊക്കെ അയവിറക്കി ഞാൻ അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.